അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഉമ്മു സുലൈം എന്ന അൻസാരി വനിത സഹാബിയയുടെ മകനാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഇസ്ലാം മദീനയിലെത്തിയ ആദ്യകാലത്ത് തന്നെ ഉമ്മു സുലൈം മുസ്ലിമായി. അതിനുശേഷം ഈ അനസ് റളിയല്ലാഹുവിൻ്റെ ഉപ്പ ഉമ്മു സുലൈമിൻ്റെ ഭർത്താവ് മാലിക്കിൻ്റെ മുന്നിൽ അവർ ഇസ്ലാം അവതരിപ്പിച്ചു. ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. പക്ഷെ അദ്ദേഹം സ്വീകരിച്ചില്ല. ദേഷ്യം പിടിച്ച് നാട് വിട്ട് ഷാമിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു. അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു പോയി. അങ്ങനെ റസൂലുള്ള മദീനയിലേക്ക് വന്നതിന് ശേഷം അൻസാരികളൊക്കെയും സന്തോഷത്തോടുകൂടി റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് നബി തങ്ങളുടെ വീട്ടിലേക്ക് പോയി, സലാം പറയാൻ, സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഉമ്മു സുലൈം റസൂലുള്ളാഹിയുടെ അടുത്ത് പോകാൻ വേണ്ടി നോക്കിയപ്പോൾ വീട്ടിൽ പ്രത്യേകിച്ച് കൊടുക്കാനുള്ള സമ്മാനങ്ങളൊന്നുമില്ല. ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്, കഷ്ടപ്പാടാണ്. ഭർത്താവ് ഇട്ടിട്ട് പോയിട്ടുണ്ട്. പിന്നീട് അബൂ തൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവാണ് വിവാഹം ചെയ്യുന്നത്. അപ്പോൾ വേറൊന്നും കാണാത്തത് കൊണ്ട് വെറും 10 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകൻ അനസ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോയി. ആ പോകുന്നതിനെ പറ്റി അനസ് റളിയല്ലാഹു പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഉമ്മ അവരുടെ ഒരു ഷാള് പകുതിയാക്കിയിട്ട് ആ പകുതി കഷ്ണം കൊണ്ട് എന്നെ മുണ്ടുടുപ്പിക്കുകയും ബാക്കി പകുതി കഷ്ണം എനിക്ക് മേൽമുണ്ടായി ഇട്ടേറുകയും ചെയ്തിട്ട് എൻ്റെ കയ്യും പിടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി. അവിടെ എത്തിയിട്ട് എൻ്റെ ഉമ്മ പറഞ്ഞു, ഹാദാ ഉനൈസുൻ ഇബ്നി, അല്ലാഹുവിൻ്റെ റസൂലേ, ഇതെൻ്റെ പൊന്നുമോൻ അനസാണ്. അതൈതുക ലിയഖ്ദിമക, ഞാൻ ഇവനെ കൊണ്ടുവന്നത് അങ്ങയുടെ ഖാദിമാക്കാൻ വേണ്ടിയാണ്, അങ്ങേക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇവനെ സ്വീകരിക്കണം, ഫദ്ഉല്ലാഹ ലഹു, ഇവന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി വളരെ സന്തോഷത്തോടുകൂടി ആ സഹാബിയെ ഏറ്റെടുത്തു, സ്വീകരിച്ചു. 4 ദുആകൾ ആ സമയത്ത് റസൂലുള്ളാഹി അനസിന് വേണ്ടി ചെയ്തു റളിയല്ലാഹു അൻഹു. അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വവലദിഹി വഅതിൽ ഹയാതഹു വഅദ്ഖിൽഹുൽ ജന്ന. 4 ദുആകൾ. 1, അള്ളാഹുവെ ഇവൻ്റെ സമ്പത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ, ഇവൻ്റെ സന്താനത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ, ഇവൻ്റെ ആയുസ്സിനെ നീ നീട്ടിക്കൊടുക്കണേ, ഇവനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. അനസ് റളിയല്ലാഹു അൻഹു പറയുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ 4 ദുആകളിൽ 3 ദുആയും സത്യമായി പുലരുന്നത് നേരിട്ട് കണ്ടു. 4മത്തതും ഇൻഷാ അല്ലാഹ് സത്യമായി പുലരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് അദ്ദേഹം പറയാം. എന്താ സത്യമായി പുലർന്ന 3 ദുആ? 1, സമ്പത്തിൽ ബർക്കത്ത് ചെയ്യണേ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തു. അദ്ദേഹം പറയുക, ബാക്കിയുള്ള മദീനത്തെ എല്ലാ തോട്ടങ്ങളിലും വർഷത്തിൽ 1 പ്രാവശ്യം മാത്രമേ ഫലം കായ്ക്കുള്ളൂ. പക്ഷെ എൻ്റെ തോട്ടത്തിൽ മാത്രം റസൂലിൻ്റെ ബർക്കത്ത് കൊണ്ട് വർഷത്തിൽ 2 പ്രാവശ്യം ഫലം കായ്ക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അൻസാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സമ്പത്തുള്ള ആൾ ഞാനാണ്. 2, സന്താനങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്തു. എൻ്റെ സന്താനങ്ങളും മക്കളും പേരക്കുട്ടികളും അധികരിച്ച് 100 കവിഞ്ഞ് 100-ലധികം ആളുകളെ ഞാൻ എണ്ണിയെടുക്കുന്ന അവസ്ഥ വരെ എത്തി. 3, എൻ്റെ ആയുസ് ദീർഘിപ്പിക്കണേ അല്ലാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തു. അദ്ദേഹം ഏകദേശം വഫാത്താകുന്നത് ഹിജ്റ 92 അല്ലെങ്കിൽ 94. ഹിജ്റ 1 അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട്? 10 വയസ്സുണ്ട്. അപ്പോൾ 92, 94 വഫാത്താകും, ഏകദേശം 102 അല്ലെങ്കിൽ 104 വഫാത്തുണ്ട്. അദ്ദേഹം പറയാം, ഈ 3 ദുആയും കബൂലായി. 4മത്തെ ദുആ ഉണ്ട്. എന്താ ദുആ? അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹു അദ്ദേഹത്തെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ, അതും ഇൻഷാ അല്ലാഹ് കബൂലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് അദ്ദേഹം ദുആ ചെയ്യും. റസൂലുള്ളാഹിയോട് ഭയങ്കര അടുപ്പുള്ള സഹാബിയായിരുന്നു, ഭയങ്കര അടുപ്പുള്ള. ബദറിലും റസൂലുള്ള കുട്ടിയായിട്ട് കൂടെ കൂട്ടി, ഉഹദിലും റസൂലുള്ള കുട്ടിയായിട്ട് കൂടെ കൂട്ടി. കാരണം യാത്രയിലും നബി തങ്ങൾ വിട്ടുപിരിഞ്ഞിരുന്നില്ല, നാട്ടിലായിരുന്നപ്പോഴും റസൂലുള്ളാഹിനെ വിട്ടുപിരിഞ്ഞിരുന്നില്ല. അദ്ദേഹം തന്നെ പറയാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈയിനേക്കാൾ മയമുള്ള ഒരു പട്ടുവസ്ത്രത്തെയും ഒരു തുണിയെയും ഞാൻ തൊട്ടിട്ടില്ല. എൻ്റെ റസൂലിൻ്റെ ഗന്ധത്തേക്കാൾ സുഗന്ധമുള്ള ഒരു മിസ്കും ഒരു കസ്തൂരിയും ഒരു അത്തറും ഞാൻ എൻ്റെ ജീവിതത്തിൽ മണത്തു നോക്കിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഇത് പറഞ്ഞപ്പം ശിഷ്യൻ സാബിത്ത് അൽ ബുനാനി റഹിമഹുല്ല ചോദിക്കുന്നുണ്ട്, മഹാനവരുകൾ, അങ്ങ് ഇതൊക്കെ പറയുമ്പം റസൂലുള്ളാഹിനെ നേരിട്ട് കണ്ട് അവിടുത്തെ ശബ്ദം കേൾക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ റസൂലുള്ളാഹിനെ കാണുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. എനിക്കിനി ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നാളെ ഖിയാമത്ത് നാൾ എത്തിയിട്ട് ഓടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയിട്ട് ഹുവൈദിമുക അനസ് യാ റസൂലല്ലാഹ് എന്ന് പറയണം. റസൂലേ, അങ്ങയുടെ കൊച്ചു സേവകൻ ഇതാ ഹാജർ എന്ന് പറഞ്ഞ് അവിടെയും എൻ്റെ ഹബീബിൻ്റെ കൂട്ടത്തിൽ കഴിയണം. അങ്ങനെ ഒറ്റൊരാഗ്രഹം മാത്രമേ എനിക്കിനി ബാക്കിയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. റസൂലുള്ളാഹിനോടുള്ള അടുപ്പത്തിൻ്റെ കാഠിന്യത്താൽ നബി തങ്ങൾ പല രഹസ്യങ്ങളും, പല പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല, പല പേഴ്സണൽ കാര്യങ്ങളും അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിരുന്നു. പ്രായം ഇത്ര കുറവാണെങ്കിലും പല രഹസ്യങ്ങളും പല പേഴ്സണൽ കാര്യങ്ങളും അദ്ദേഹവുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരിക്കലും കുട്ടികളുടെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് എന്നെ അവിടുത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി, ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടി, ഒരു രഹസ്യ കാര്യത്തിന് വേണ്ടി എന്നെ വിളിച്ചയച്ചു. ഞാൻ ആ കാര്യത്തിന് വേണ്ടി പോയി റസൂലുള്ളാഹിക്ക് അത് പൂർത്തിയാക്കി കൊടുത്തു. കുറച്ച് ലേറ്റായിട്ട് വീട്ടിലെത്തി.
അപ്പോൾ ഉമ്മ എന്നെ കാണാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. മോനെ എന്താ ലേറ്റായെന്ന് ഉമ്മു സുലൈം എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു റസൂലുള്ളാഹിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി, ഒരു രഹസ്യ കാര്യത്തിന് വേണ്ടി ഞാൻ പോയിട്ട് വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ സ്നേഹത്തോട് ചോദിച്ചു, മോനെ റസൂലുള്ളാഹിൻ്റെ ആ രഹസ്യം എന്താ, എനക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇല്ല ഉമ്മ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ രഹസ്യത്തെ ഞാൻ ഒരിക്കലും പരസ്യമാക്കില്ല, അത് ഞാൻ ഒരാൾക്കും പറഞ്ഞു കൊടുക്കുകയില്ല. ഈ ഹദീസ് പറഞ്ഞിട്ട് ഈ സാബിത്ത് അൽ ബുനാനി എന്ന് പറഞ്ഞ ശിഷ്യനുണ്ടല്ലോ, ഈ ശിഷ്യനാണ് അനസ് റളിയല്ലാഹുവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യൻ, നല്ല ബന്ധമുള്ള ശിഷ്യനാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അധിക ഹദീസുകൾ റിവായത്ത് ചെയ്യുന്ന അദ്ദേഹം താബിഈ പണ്ഡിതൻ. ആ താബിഈ പണ്ഡിതനോട് ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം അനസ് റളിയല്ലാഹു അൻഹു പറയാ, ലൗ വല്ലാഹി ലൗ ഹദ്ദസ്തു ബിഹി അഹദൻ ലഹദ്ദസ്തുക ബിഹി യാ സാബിത്ത്. സാബിത്തെ, ഞാൻ ഈ രഹസ്യം ആർക്കെങ്കിലും ഒരാൾക്ക് ഭൂമിയിൽ പറഞ്ഞു കൊടുക്കുമായിരുന്നെങ്കിൽ നിനക്ക് പറഞ്ഞു തന്നേനെ, പക്ഷേ അള്ളാഹിൻ്റെ റസൂലിൻ്റെ രഹസ്യം ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, എത്ര നല്ല സേവകനല്ലേ. ആ രഹസ്യം നബി തങ്ങളുടെ ജീവിതകാലത്ത് അദ്ദേഹം മറച്ചു വെച്ചു. ഏറ്റവും അടുത്ത മാതാവ് ചോദിച്ചപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞു കൊടുത്തില്ല. നബി തങ്ങളുടെ വഫാത്തിന് ശേഷവും ഏറ്റവും അടുത്ത അരുമ ശിഷ്യന് പോലും അദ്ദേഹം ആ രഹസ്യത്തെ പറഞ്ഞു കൊടുത്തില്ല. ആ രഹസ്യം മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ഈ ഖാദിമിനോട് 10 വയസ്സ് മാത്രം പ്രായമുള്ള അനസ് റളിയല്ലാഹു അൻഹുവിനോട് പെരുമാറിയ പെരുമാറ്റം അതും ഭയങ്കര അത്ഭുത. എൻ്റെ ഷെയ്ഖ് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത്, ഇന്നഹു ലഅജബും മിനൽ അജബ്, അത് മഹാത്ഭുതങ്ങളിൽ നിന്നുള്ള ഒരു അത്ഭുതമായിരുന്നു എന്നാണ്. അനസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നുണ്ട്, ഖദംതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ, ഞാൻ എൻ്റെ ഹബീബിന് 10 വർഷക്കാലം ഖിദ്മത്ത് ചെയ്തു. വഅന ഗുലാം, ഞാൻ ചെറിയ കുട്ടിയായിരുന്നു ആ സമയത്ത്. ലൈസ കുല്ലു അംരി കമാ യസ്തഹി സാഹിബി അൻ അകൂന അലൈഹി, അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ യജമാനൻ ഇഷ്ടപ്പെടുന്ന തരത്തിൽ എനിക്ക് ചെയ്യാനൊന്നും സാധിച്ചിരുന്നില്ല. 10 വയസ്സുള്ള കുട്ടിയല്ലേ, അത് എടുത്തുകൊണ്ട് വരുവാന്ന് പറയുമ്പോൾ ചിലപ്പോൾ മറക്കും, വേറെ കാര്യം എടുത്തുകൊണ്ട് വരും, അത് ചെയ്യുന്ന പറയുമ്പോൾ ചെയ്യൂല. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ട് പോലും വല്ലാഹി മാ ഖാല ലി ഉഫിൻ ഖത്തു, ഒരിക്കൽ പോലും എന്നോട് റസൂലുള്ള ഉഫ് എന്ന വാക്ക് പോലും ഉച്ചരിച്ചിട്ടില്ല. വെറുപ്പ് കാണിക്കുന്നതിൻ്റെ ഏറ്റവും താഴ്ന്ന ദറജയിലുള്ള കാര്യമാണ് ഉഫ് എന്നിങ്ങനെ ആക്കൽ. ഒരിക്കൽ പോലും ആ ഒരു വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല എന്ന്. ഏതെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് നീ അത് ചെയ്തിട്ടില്ല എന്ന് എന്നോട് റസൂലുള്ള ചോദിച്ചിട്ടില്ല. ഒരു കാര്യം ഞാൻ ചെയ്താൽ എന്തുകൊണ്ട് നീ അത് ചെയ്തടാന്നും ചോദിച്ചിട്ടില്ല. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഹദീസാണ്. പക്ഷെ നമ്മളൊന്ന് ആഴത്തിലിറങ്ങി ചിന്തിച്ച് നോക്കിയേ, 10 വർഷക്കാലം റസൂലുള്ള ഇത് സൂക്ഷിച്ചിട്ടുണ്ട്. 10 വർഷക്കാലം. ചെറിയ കുട്ടിയല്ല. ഇപ്പം നമ്മൾ ഒരുപാട് യാത്ര റസൂലുള്ള ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ കൂട്ടത്തിൽ അനസ് റളിയല്ലാഹു അൻഹു ഉണ്ടാകാറുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കി, യാത്രയുടെ സമയത്തൊക്കെ ക്ഷീണം പിടിച്ച് തളർന്ന് ഉറക്കമൊക്കെ വന്നിട്ട് നമ്മുടെ കൺട്രോൾ പോകുന്ന ചില സമയമുണ്ട്. അപ്പോൾ കൂട്ടത്തിലുള്ള ഉപ്പാനോട് നമ്മൾ ചൂടായി പോകും, ഉമ്മാനോട് ചൂടായി പോകും, മക്കളോടും ഭാര്യയോടും പിന്നെ പറയണ്ട, ചൂടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ പലതും വന്നിട്ടുണ്ടാവില്ലേ. 1-2 മണിക്കൂറല്ലല്ലോ. പക്ഷേ ഈ 10 വർഷക്കാലത്തിനിടയിൽ ഒരിക്കൽ പോലും റസൂലുള്ള വെറുപ്പിൻ്റെ ഏറ്റവും ചെറിയ ഭാവപ്രകടനമായ ഉഫ് എന്ന വാക്ക് പോലും പ്രകടിപ്പിച്ചിട്ടില്ല. ഇമാം അഹ്മദിൻ്റെ റിവായത്തിൽ കുറച്ചും കൂടി അധികമുണ്ട്, സിയാദത്തിൻ്റെ. അദ്ദേഹം പറയാം, റസൂലുള്ള ഒരിക്കലും എന്നെ ആക്ഷേപിച്ചിട്ടില്ല. ഇനി അഥവാ എൻ്റെ കുടുംബക്കാരിൽ ആരെങ്കിലും ഒരാൾ എന്നെ ആക്ഷേപിച്ചാൽ റസൂലുള്ള അവരോട് പറയും, ദഅൂ, ഓനെ വിട്ടേക്ക്, നിങ്ങൾ എന്തിനാ കുറ്റം പറയുന്നത്? ഫഇന്നഹു ലൗ ഖളാ ശൈഉ ലൗ ഖുലിയ ശൈഉൻ ലകാന, അള്ളാഹു എന്തെങ്കിലും നടക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും. അള്ളാഹു നടക്കണ്ടെന്ന് തീരുമാനിച്ചു, അതുകൊണ്ട് അത് നടന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അവനെ കുറ്റം പറയേണ്ട, അവനെ വിട്ടേക്കു എന്ന് പറഞ്ഞ് എന്നെ ആളുകൾ ആക്ഷേപിക്കുമ്പോഴും എൻ്റെ റസൂൽ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമായിരുന്നു, എനിക്ക് പിന്തുണ നൽകുമായിരുന്നു, എന്നെ ഒറ്റക്കാക്കുമായിരുന്നില്ല. അദ്ദേഹം തന്നെ വളരെ രസകരമായ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഒരിക്കൽ റസൂലുള്ള എന്നോട് അവിടുത്തെ ഒരു ആവശ്യം പൂർത്തിയാക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നബി തങ്ങളുടെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴത്തെ എന്തോ ഒരു മൂഡിൽ ഞാൻ അറിയാതെ പറഞ്ഞു, വല്ലാഹി ലാ അദ്ഹബ്, അള്ളാഹുവാണ് ഞാൻ പോകൂല എന്ന് പറഞ്ഞു. എൻ്റെ ഷെയ്ഖ് പറയുന്നുണ്ട്, അദ്ദേഹം ലാ അദ്ഹബ് റസൂലെ, ഞാൻ അങ്ങയുടെ ആവശ്യത്തിനു വേണ്ടി പോകൂല എന്നല്ല പറഞ്ഞത്, മറിച്ചോ വല്ലാഹി, അള്ളാഹുവിൽ സത്യം ചെയ്താൽ പറയാം. നമ്മൾ അള്ളാഹാണെന്ന് പറയുന്ന പോലെയല്ല. റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അദ്ദേഹം അള്ളാഹുവിനെ പിടിച്ച് ഞാൻ പോകൂല റസൂലെ എന്ന് തിരിച്ചു പറഞ്ഞു. റസൂലുള്ള ഒന്നും മിണ്ടിയില്ല. എന്തായാലും പോകാൻ ഉദ്ദേശിച്ചതുകൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഇദ്ദേഹം പതുക്കെ ഇറങ്ങിപ്പോയി പട്ടണത്തിലെത്തിയപ്പോൾ, കമ്പോളത്തിലെത്തിയപ്പോൾ കുറച്ച് കുട്ടികൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി കളിക്കുന്നത് കണ്ടു. ആ കളിക്കുന്നത് കണ്ടിട്ട് ഇദ്ദേഹം അവിടെ നിന്നു. റസൂലുള്ള അയച്ച കാര്യം മറന്നുപോയി. ചെറിയ കുട്ടിയാണല്ലോ, അവരുടെ കളിയും നോക്കി അതിലിങ്ങനെ മുഴുകി നിന്ന സമയത്ത് അദ്ദേഹം പറയാം, അവസാനം ഞാൻ നെട്ടുന്നത് എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പിന്നിൽ വന്ന് എൻ്റെ പിരടി ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നപ്പോഴാണ് ഞാൻ നെട്ടുന്നത്. റസൂലുള്ള ബാക്കിൽ വന്ന് എൻ്റെ പിരടി ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നു. ഞാൻ ഫനദർതു ഇലൈഹി, നബി തങ്ങളിലേക്ക് നോക്കി, വഹുവ യൽഹഖ്, പേടിച്ച് ഞാൻ നോക്കിയെങ്കിലും റസൂലുള്ള പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു, ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, യാ ഉനൈസ് അദഹബ്ത ഹൈസു അമർത്തുക്. യാ ഉനൈസ് എന്ന് പറഞ്ഞാൽ ഇസ്മു തസ്ഗീർ എന്ന് പറയും. അറബികൾ സ്നേഹത്തിൽ വിളിക്കുന്ന, അനസിനെ ഉനൈസ് ആക്കുന്നത് സ്നേഹത്തിൽ. നമ്മൾ മലയാളത്തിലേക്ക് അർത്ഥം വെച്ചാൽ കൊച്ചനസേ എന്ന അതിൻ്റെ വാക്കർത്ഥം. അതായത് അനസ് മോനെ, അല്ലെങ്കിൽ മോനെ അനസേ,
ഞാൻ പറഞ്ഞ കാര്യത്തിൽ നീ പോയിട്ടുണ്ടോടാ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ അതെ, ഞാൻ അതിനു വേണ്ടി പോയിക്കൊണ്ടിരിക്കുക, മാപ്പാക്കണേ എന്ന് പെട്ടെന്ന് പറഞ്ഞു. റസൂൽ അപ്പോഴും എന്നോട് കയർത്തില്ല, ചൂടായില്ല, ദേഷ്യം പിടിച്ചില്ല, ഒന്നുമില്ല. ചിരിച്ചുകൊണ്ട് ഉനൈസ് എന്ന് വിളിച്ചിട്ടാണ് എന്നോട് ചോദിച്ചതെന്ന് റളിയല്ലാഹു അൻഹു വറഹിമഹു വഗഫറ ലഹു. അങ്ങനെ അദ്ദേഹം ഹിജ്റ 92 അല്ലെങ്കിൽ 94 വഫാത്താകുന്നത്. അള്ളാഹു ആ മഹാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെയും നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ.